അസ്സലാമലൈക്കും മക്കളെ, സുഖല്ലേ? പിന്നെന്ത് വിശേഷം മക്കളെ? നമുക്ക് ഇന്ന് അടിപൊളി ചപ്പാത്തി തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി ഉണ്ടാക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പൊടിയെടുക്കാം. എത്ര ആൾ ഒരു പെരക്കുണ്ട് അത്ര അനുസരിച്ചിട്ട് പൊടിയെടുക്കാം. നമുക്കിപ്പോൾ 5 ആൾ ഇവിടെ ഉണ്ട്. ഈ 5 ആൾക്ക് കണക്കായ പൊടി ഞാൻ എടുത്ത്. മക്കളെ, നമ്മളിതാ ചപ്പാത്തിക്ക് അടിപൊളിയായിട്ട് കുഴച്ച് ചപ്പാത്തിക്ക് ഇനി നമുക്ക് പരുത്താം. അടിക്കാനല്ല മക്കളെ, ഇത് പരുത്താനാണ്. നന്നായിട്ട് ഒന്ന് പരുത്താം. മക്കളെ, നമ്മളെ ചിക്കൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ എണ്ണ ഒഴിക്കുന്നു. ഉള്ളി തക്കാളി വാട്ടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളിയിട്ട് ഉള്ളി കുറച്ച് വാടാൻ വെക്കാം. നമുക്ക് മക്കളെ, ഉള്ളി നമ്മൾ നല്ല പോലെ വാടി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും 3 പച്ചമുളക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും എടുത്തിന് ഞാൻ. അത് നല്ലോണം വാട്ടാം. 1 കിലോ ചിക്കനാണ്. അപ്പം അതിനനുസരിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം എടുക്കാം. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി നന്നായി വാടി അതിലേക്ക് നമുക്ക് 3 തക്കാളി മുറിച്ചത് ഇടാം. നന്നായി വാടണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കറിവേപ്പ് ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 3 സ്പൂണ് മുളക് പൊടിച്ചത് നമുക്കിടാം. 3 എണ്ണം. 2 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. 1 കിലോ ചിക്കൻ്റെതാണ്. 1 കിലോ ചിക്കന് കണക്കായി. ഇങ്ങനെ തന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് നന്നായി നമുക്കിത് ഇളക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. നന്നായി ഒന്ന് ഇത് പാടട്ട്. പച്ച മണമല്ല പോട്ടി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാ പൊടികളിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചമണം പോട്ട്. അതുവരെ കുറച്ച് വെള്ളം കൂട്ടാം ഇതിലേക്ക്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം വരെ അടച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കാം. അടച്ച് വെച്ച് വേവട്ടെ. ഉപ്പെല്ലാം ചിക്കന് പിടിക്കട്ടെ. മക്കളെ, നമ്മളെ ചിക്കൻ കറി റെഡിയായി. അതിലേക്ക് ഞാനിതാ തേങ്ങാപ്പാൽ 1-ാം പാൽ ഞാൻ ഒഴിക്കുന്നു. ഒന്നാം പാൽ മാത്രമേ ഞാൻ എടുത്തിട്ടും 2-ാം പാൽ എടുത്തിട്ട. അടിപൊളി ചിക്കൻ കറി റെഡിയായി. ഇനി ഇതിനെ ചെറിയ ഉള്ളി കാച്ചിട്ട് പോരണം. തിളക്കട്ടെ. അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇനി ചെറിയ ഉള്ളിയും കറിവേപ്പും ഇടുന്നുണ്ട്. കാച്ചിട്ട് പോരണം. നന്നായി ഒന്ന് കാച്ചിട്ട് നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയിലേക്ക് ഒന്ന് ഒഴിക്കാം. ഉള്ളിയും ചെറിയ ഉള്ളി കറിവേപ്പ് കാച്ചത് ഞാൻ ഇതിലേക്ക് നമ്മുടെ അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്.
അടിപൊളി കറിയായി. ഇനി നമുക്ക് ചപ്പാത്തി ചൂടുന്ന കാണാം. മക്കളെ നമ്മളെ ചപ്പാത്തി പരുത്തി റെഡിയാക്കി. ഇനി നമുക്ക് ചൂടാം. ചൂടുന്നുണ്ട്. അടിപൊളി ചപ്പാത്തി ചൂടുന്നു മക്കളെ. ചപ്പാത്തി നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി നമുക്ക് തിന്നാല. മക്കൾക്ക് വേണമെങ്കിൽ വേഗം വരണോട്ടാ. അടിപൊളി ചപ്പാത്തി റെഡിയായി മക്കളെ. ചപ്പാത്തി റെഡിയായി മക്കളെ. മക്കളെ നല്ല അടിപൊളി ചപ്പാത്തി. മക്കളെ നമ്മളെ ചപ്പാത്തി റെഡി. തേങ്ങാപ്പാൽ കൂട്ടിയ ചിക്കൻ കറി റെഡി. നമുക്ക് അങ്ങനെ രണ്ടാൾക്കും ചപ്പാത്തി തിന്നാം. നല്ല അടിപൊളി ചിക്കൻ കറി തേങ്ങാപ്പാലിൻ്റെ. മക്കൾക്ക് വേണ നമുക്കെല്ലാവർക്കും തിന്നാല. ചിക്കൻ കറി നല്ല അടിപൊളി ചിക്കൻ കറിയും ചപ്പാത്തിയും. എങ്ങനെയുണ്ട് ചപ്പാത്തി? സൂപ്പറാ. പിന്നെന്ത് മക്കളെ, സുഖന്നല്ലേ? പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.